നമുക്ക് എന്തുകൊണ്ട് ഈ വെബ് സീരീസുകൾ പോലത്തെ ഏഷ്യാനെറ്റ് ഇപ്പൊ പറഞ്ഞ ഒരുപാട് ഫ്ലവേഴ്സ് ചാനലുകളിൽ എന്തുകൊണ്ട് എടുത്തുകൂടാ? അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പൊ വീട്ടമ്മമാർക്ക് ഇങ്ങനത്തെ കണ്ടന്റ് അവര് മീൻസ് അവര് ആഗ്രഹിക്കുന്നതാണ്. മക്കളുമായിട്ടുള്ള അടിയൊന്നും ചേട്ടാ പിന്നെ അവര് TRP റേറ്റിംഗ് കാര്യം നോക്കിയിട്ടല്ല അവര് പറഞ്ഞു. അവര് പറഞ്ഞു അവര് ട്രൈ ചെയ്തിട്ട് അത് വർക്ക് ആവുന്നില്ല, അതുകൊണ്ടാണ് പോകുന്നത്. ആരെ നിർബന്ധിച്ച് നമുക്ക് കാണിപ്പിക്കാൻ പറ്റില്ല, അവരുടെ ഇഷ്ടം നോക്കിയല്ല അവര് കാണുന്നത്. എന്താ പറഞ്ഞു? അല്ല, ഇത്തരം കണ്ടന്റുകൾ ആഗ്രഹിക്കുന്നില്ല, പിന്നെ എങ്ങനെ റേറ്റിംഗ് വരുന്നു? അതെ, ഓഡിയൻസിന് അത് മതി ചേട്ടാ. അഭിനയിക്കുന്ന എത്ര സീരിയലുകളുണ്ട്? പ്രിയങ്കയല്ല, ഞാൻ ബീന. സോറി, ബീന മാഡം അഭിനയിക്കുന്ന എത്ര സീരിയലുണ്ട്? ഒറ്റ സീരിയലേ ഉള്ളൂ. പ്രിയങ്ക മാമോ? ഒറ്റ സീരിയലേ ഉള്ളൂ. ഒന്നിലധികം സീരിയലിൽ അഭിനയിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കെല്ലാം റേറ്റിംഗ് കിട്ടുന്നുണ്ടോ? ഇവർക്ക് രണ്ടുപേർക്കും ഓരോ സീരിയലേ ഉള്ളൂ, അവർക്ക് റേറ്റിംഗ് കിട്ടും. 2 റേറ്റിംഗിലാണോ? റേറ്റിംഗ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവൻ എടുത്ത് പന്താടുന്നതാണോ ഈ റേറ്റിംഗ് എന്ന് പറയുന്നത്? മനുഷ്യനില്ലെങ്കിൽ, ഈ സമൂഹത്തിൽ മനുഷ്യനില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ സീരിയലിനും നമ്മുടെ സിനിമയ്ക്കും നമ്മുടെ ചാനലിനും ഒന്നും മനുഷ്യൻ നിലനിൽക്കണം. മനുഷ്യന് നല്ല മനസ്സോട് അതിനാണ് എല്ലാ കലാകളും വേണ്ടിയത്. റേറ്റിംഗ് എന്ന് പറഞ്ഞ ഒരിക്കലും ഒരു കൊലപാതകം അങ്ങനെയൊന്നുമല്ല. കാരണം ഓഡിയൻസ് കാണുന്നതിനുള്ള നമ്പറാണ്. അതായത് ഇത്ര വ്യൂവേഴ്സ് ഒരു സീരിയലിന് ഇത്ര ആൾക്കാർ കാണുന്നുണ്ട്, അതാണ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ചേട്ടന് മനസ്സിലായി? ചേട്ടന് മനസ്സിലാവുന്നില്ല. ലോലൻ ചേട്ടാ ഒരു കാര്യം പറയാം. ലോലൻ ചേട്ടൻ എന്ന് വിളിക്കാം. ഒരു കാര്യം, നിങ്ങള് ജീവിതത്തിൽ സിനിമ കാണാനൊന്നും പോവാറില്ലേ? ഏത് സിനിമ? തുടരും സിനിമയെല്ലാം കാണും. എല്ലാം അല്ല, മിക്കവാറും സിനിമകളെല്ലാം കാണും. നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. എത്ര കൊല്ലത്തിന് മുമ്പ് ലാസ്റ്റ് സീരിയൽ കണ്ടത്? സീരിയൽ കുറച്ച് കണ്ടത് ഒരു 10-20 വർഷത്തിന് മുമ്പ് തുടങ്ങിയ കാലഘട്ടം. 2005 സീരിയൽ ലാസ്റ്റ് കണ്ടതാ. കണ്ടിട്ടുണ്ട്. അന്നൊക്കെ അങ്ങനെയാണെന്ന് ചേട്ടൻ ലാസ്റ്റ് കണ്ട തുടരുവാണ്. അതിനകത്തെ ആ കഥാപാത്രത്തെ ആവാഹിച്ചാണോ ചേട്ടൻ എപ്പോഴും ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലേ, നിരന്തരമായി ഒരാളുടെ മേൽ ഒരു കാര്യം അടിച്ചേൽപ്പിക്കുമ്പോൾ മാത്രമാണ് അവർ അതിന് അഡിക്റ്റ് ആവുന്നത്. വല്ലപ്പോഴും ഒരു സിനിമ കണ്ടെന്ന് പറഞ്ഞാൽ അതിന് അഡിക്റ്റ് ആവണമെന്നില്ല, എല്ലാവരും ആവണമെന്നില്ല. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇവിടെ ഒരാൾ പറഞ്ഞതുപോലെ നല്ല പ്രമേയങ്ങൾ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടൂടെ എന്ന് ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അത് റേറ്റിംഗിന്റെ പ്രശ്നം വെച്ചിട്ട് ഈ വില്ലന്മാരെയും അപൂർവ കഥാപാത്രങ്ങളെയും ഇറക്കി റേറ്റിംഗ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് നല്ല പ്രമേയങ്ങൾ കൊടുത്തൂടെ? താങ്കൾക്കൊരു മറുപടി. ഞാൻ 10 വർഷത്തോളായിട്ടുള്ളൂ ഞാൻ സീരിയൽ അഭിനയിച്ചു തുടങ്ങി. എത്ര വർഷമായി? 10 വർഷത്താവുന്നുള്ളൂ. ഞാൻ ഇന്റീരിയർ ഡിസൈനർ ആയിരുന്നു, ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ സീരിയലിലേക്ക് വന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഞങ്ങളൊരു പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുകയാണ് സീരിയലിലേക്ക്. ഞാൻ പല സീരിയലുകളിലും അഭിനയിക്കാൻ ചെല്ലുമ്പോൾ പലപ്പോഴും ഡയറക്ടർമാരോടും റൈറ്റർമാരോടുമായിട്ട് യുദ്ധം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. ചില സീനുകൾ അഭിനയിക്കേണ്ടി വരുമ്പോൾ എനിക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വ്യക്തിപരമായി പറയുന്ന ഒരാളാണ്. ഇപ്പൊ ചേച്ചിക്ക് അറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ സുഗമോദേവി ചെയ്യുന്ന സമയത്ത് ഫൈസൽ സാറായിട്ട് ചില ഡയലോഗ് പറയുന്ന സമയത്ത് ഞാൻ ചോദിക്കും, സാറേ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, ഇത് കുറച്ച് കൂടുതലല്ലേ എന്ന് പറയുമ്പോൾ നല്ലതാണെങ്കിൽ സാർ ഓക്കെ നീ അങ്ങനെ പറഞ്ഞോളൂ എന്ന് പറയാറുണ്ട്. അത് അംഗീകരിക്കാത്ത ഡയറക്ടേഴ്സും റൈറ്റർമാരും ഉണ്ട്. ഞാൻ ഒരു സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണ് എന്ന് തോന്നിയിട്ടുള്ള ഒരു സീൻ അഭിനയിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ ഞാൻ ഇറങ്ങിപ്പോന്നിട്ടുണ്ട് ഒരു സീരിയലിൽ നിന്ന്. മനസ്സിലായോ? അപ്പം അത് നമ്മുടെ മാത്രം കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. ഒരു സീരിയലിനെ നിലനിർത്തുന്നത് അതിൻ്റെ എഴുത്തുകാർ, റൈറ്ററുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറുണ്ട്, ചാനലുണ്ട്, ഒരു പ്രൊഡ്യൂസറുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയാണ് ഇതിനെ നിലനിർത്തുന്ന ഒരു സാധനം. പിന്നെ നല്ല കണ്ടന്റ് കൊടുത്താൽ മാത്രമേ ആൾക്കാർ കാണുള്ളൂ എന്നൊന്നുമില്ല. നല്ല കണ്ടന്റുകൾക്ക് ഇന്ന് റേറ്റിംഗ് ഇല്ല. റേറ്റിംഗ് ഒന്നും ഉള്ളത് എപ്പോഴും ആ അമ്മായിമ്മ പോര് കാണാനും ബാക്കി കാര്യങ്ങൾ കാണാനുമാണ് ഇപ്പം പ്രേക്ഷകരുള്ളൂ. പിന്നെ എല്ലാവരും പറഞ്ഞു എന്തുകൊണ്ടൊരു മാറ്റം വരുന്നില്ല എന്ന്. 20 വർഷം മുമ്പോ അല്ലെങ്കിൽ 30 വർഷം മുമ്പോ 15 എപ്പിസോഡുകളായിരുന്നു ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അത് മാറി ഒരു മെഗാ സീരിയലിലേക്ക് വന്നു. ഇനി കുറച്ച് വർഷം കൂടി കഴിയുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്കിംഗ് ബാഡ് പോലെ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ഒരു കാര്യങ്ങൾ വരും. കാരണം ഒരു പുതിയ ജനറേഷൻ വരുമ്പോൾ ആളുകൾ ഇതിൽ നിന്ന് അകന്നു തുടങ്ങുമ്പോൾ പുതിയൊരു കാര്യങ്ങൾ വരും. ഇത് കാലഘട്ടത്തിനനുസരിച്ച് ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.